വളരെ സന്തോഷം പകരുന്ന കാര്യത്തിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പുനരുദ്ധരിക്കപ്പെട്ട ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നാടിന് സമർപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലക്ക് പൊതുവിലും കുട്ടനാടിന് വിശേഷിച്ചും പ്രയോജനപ്രദമാകുന്ന മറ്റ് ചില പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവക്ക് പുറമെ 541 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാനത്താകെ നടപ്പാക്കിയ 17 പൊതുമരാമത്ത് പദ്ധതികളും നാടിന് സമർപ്പിക്കുകയാണ്. അവയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബൃഹത്തായ പദ്ധതികളാണ് നടപ്പാകാൻ പോകുന്നത്. ഇവിടെ AC റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ മഴയൊന്ന് കനത്താൽ റോഡിലൂടെയുള്ള യാത്ര തടസ്സപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഏറെക്കുറെ എല്ലാ മഴക്കാലവും നിരവധി തവണ റോഡിലൂടെയുള്ള യാത്ര ഇവിടെ തടസ്സപ്പെടാറുണ്ട്. 2018 മഹാപ്രളയം വന്നപ്പോൾ അത് വലിയ വിഷമകരമായ സാഹചര്യമുണ്ടാക്കി. റോഡിന് വൻതോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. അത്തരമൊരു ഘട്ടത്തിൽ ആ റോഡ് പഴയ രീതിയിൽ പുതുക്കിപ്പണിയുക എന്നതല്ല സർക്കാർ ആലോചിച്ചത്. ആ ഘട്ടത്തിൽ ഇനിയൊരു പ്രളയം വന്നാൽ തകരാത്ത രീതിയിൽ നിർമ്മിതികൾ വേണം എന്നാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽ ഒന്നാണ് AC റോഡിൻ്റെ പുതിയ രൂപത്തിലുള്ള നിർമ്മാണം. അത് മഴ കനത്താലും ഗതാഗതത്തിന് തടസ്സമുണ്ടാകാതിരിക്കുക, ആ നിലയിലാണ് ക്രമീകരിച്ചത്. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിനോടൊപ്പം ചങ്ങനാശ്ശേരി പെരുന്നാ ജംഗ്ഷന് തുടങ്ങി ആലപ്പുഴയിൽ ദേശീയപാത 66 കളർക്കോട് ജംഗ്ഷൻ വരെ 24 കിലോമീറ്ററിലധികം, കൃത്യമായി പറഞ്ഞാൽ 24.16 കിലോമീറ്റർ നീളത്തിലുള്ളതാണ് ഈ റോഡ്. ഇതിന് 672 കോടി രൂപയാണ് പുനർനിർമ്മാണത്തിനായി അനുവദിച്ചത്. 5 വർഷം കൊണ്ട് റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. കുറച്ചൊരു ദീർഘമായ കാലമാണ്. പക്ഷേ ഇതിനിടക്ക് നമുക്കുണ്ടായ തടസ്സങ്ങൾ അതാണ് അല്പം നീണ്ടുപോകുന്നതിന് ഇടയാക്കിയത്. അല്ലെങ്കിൽ കുറച്ചുകൂടി
നേരത്തെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. 4 മേജർ പാലങ്ങൾ, 13 മൈനർ പാലങ്ങൾ, 5 ഫ്ലൈ ഓവറുകൾ, 3 ക്രോസ് വേകൾ, 73 കലുങ്കുകൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഈ റോഡ് പണി കഴിച്ചിട്ടുള്ളത്. ഇത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലുള്ളവർക്ക് മാത്രമല്ല, സംസ്ഥാനത്ത് ഈ വഴി യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാവർക്കും ഗുണകരമായ പദ്ധതിയാണ്. കുട്ടനാട് വിവിധ പദ്ധതികൾ ഇന്ന് പൊതുവെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടനാടിൻ്റെ ജനപ്രതിനിധി വലിയ ആവേശത്തിലാണ് എന്നത് നാം കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ, പദ്ധതികളുടെ പേരുവിവരങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി വഴി 58 കോടി രൂപ ചെലവിലാണ് പടഹാരം പാലം നിർമ്മിച്ചത്. നെടുമുടി, തകഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചത് 2016-21 കാലത്തെ LDF സർക്കാരിൻ്റെ കാലത്താണ്. 1/2 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിൻ്റെ പൂർത്തീകരണത്തോടെ AC റോഡിൽ നിന്നും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലേക്കുള്ള ബൈപ്പാസ് സാധ്യമാക്കിയിരിക്കുകയാണ്.